സേഫ് ലാൻഡിങ്. അണ്ണ ഒരു ഹെലികോപ്റ്റർ എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. ഹെലികോപ്റ്റർ അവിടെ അത് പോയി. ഓ ഞാൻ എന്നാ ഹെലികോപ്റ്റർ ആരത്തിലും വരാൻ പറയാം. ഡൗട്ട് വെക്കട്ടെ, ഇതിന്റെ മണ്ടൊക്കെയാണോ ഇത് റിപ്പയർ ആണ്? ഇതിനൊരു അന്ത്യല്ലേ ഈ ബിൽഡിങ്ങിന്? എന്താ ഇങ്ങനെ താഴെ നോക്കുമ്പോ ഇങ്ങനെ കാണിക്കുന്ന എന്താ? സേഫ് ലാൻഡിങ്. സേഫ് ലാൻഡിങ് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റൂടാ വേറെ? Please help me. എൻ്റെ കളിൽ കുരുങ്ങി. മരണം വരെ സിറ്റി മൊത്തം കാണാം കേട്ടാ. ഇത് നമ്മുടെ മുതുക്ക്. വാവ്, പാരച്യൂട്ട് ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നില്ല. ബാക്കിൽ പാരച്യൂട്ട് ഉണ്ട്, പിന്നെ താങ്ങാണ്. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ കോമൺ ലോക്കറിൽ നിങ്ങളുടെ ഇൻവെന്ററിലുള്ള കീസ് വാരിയിടല്ലേടാ. കൊറേ പേരുടെ കീ അതിനകത്ത് കിടക്കണ കേട്ടാ. കീസ്. ഹലോ 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 ബ്രോ, നമ്മളെ കുറച്ചേര് ക്യൂ പെട്ട് നിൽക്കാം. ഞങ്ങൾ അത് പറയാനാ, ഞങ്ങളും കുറച്ചൊരു ക്യൂല. അപ്പൊ കുറച്ച് അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഹലോ വാസനെ, വാസനെ എവിടെ? അമ്മ എന്നെ രക്ഷിക്കാൻ പറ്റുമോ? 8024 ഹെലികോപ്റ്റർ ശരിയാക്കാൻ വന്നിട്ടേ ഇവിടെ ഹെലികോപ്റ്റർ ഒന്ന് കുടുങ്ങി. ഞാനിപ്പോ ബിൽഡിങ്ങിന്റെ മുകളിലാ. അണ്ണ ഒരു ഹെലികോപ്റ്റർ എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. 8024 ഹെലികോപ്റ്റർ ഒന്നും ഓടിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. അണ്ണാ അറിയുന്നുണ്ടാ? 24 മറ്റേ ഹെലികോപ്റ്റർ റിപ്പയർ ചെയ്യണ സ്ഥലം. ഹലോ, വണ്ടി എടുത്തിട്ട് പോടാ. ഫ്ലൈയിങ് മെഷീൻ പ്ലെയിൻ ഇറക്കാനുള്ള സ്ഥലമൊന്നുമില്ല ഇവിടെ. വാസു കേക്കാമോ? ഹെലികോപ്റ്റർ സൗണ്ട് അല്ലേ നമ്മൾ കേക്കണേ? അവസാനം വരുവാണെങ്കിൽ ഇന്ന് ഡെഡ് ബോഡി, 2 ഡെഡ് ബോഡി കൺഫേം. എന്തിന്റെ സൗണ്ട് കൂടുതലാന്നാ? കുറയ്ക്കാറൊന്നും പറ്റൂല. കൺമണി
അഡ്മിനെ സാറില്ല, നമ്മളെ പിക്ക് ആള് വരും. ഹലോ അഡ്മിനെ, ആ പിക്ക് ആളൊന്ന് സാറില്ല. എടാ ആരാ അങ്ങോട്ട് പോവാ? ഇങ്ങോട്ട് ഹെലിപ്പാഡിന്റെ ഹെലിപ്പാഡ്. ആ സാറേ അങ്ങോട്ടല്ല, ആ താഴ്പോയാലോട്ട് പൊങ്ങു ഇനി. ആ പൊങ്ങി നേരെ വാ. അതന്നെ. അതന്നെ അവസാനം അതന്നെ. അത് തന്നെ. അല്ല ഞാൻ ഇപ്പൊ വരും. നിന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന വഴിക്ക് എനിക്ക് അബദ്ധം പറ്റി. ഇപ്പൊ വരും. ഹലോ ആ വാസന അതന്നെ. ആ കൊച്ചിരടി അതന്നെ. ചന്ദ്ര പറടാ. ഹെലികോപ്റ്റർ എവിടെ? അത് പോയി. അണ്ണാ മരിച്ചില്ലപ്പാ. ടേബിളത്ത് പോയി. കൂടെ താട്ടു എന്നെ കൊണ്ടുപോവാൻ വിളിച്ചേ. കൊണ്ടുപോകാനായിരുന്നോ? ആഹാ. ഓ ഞാൻ എന്നാ ഹെലികോപ്റ്റർ ആരത്തിലും വരാൻ പറയാം. ഏബിലപ്പം പോയി. അവന്റെ ഒരു അയ്യോ. ഹെലിയായിട്ട് ആരെല്ലാം ഒന്ന് 8024 വന്നെടാ. നിന്നെ കൊണ്ടുപോകാനായിരുന്നു നേരത്തെ. ഞാൻ എന്തിനാ അണ്ണനെ വിളിച്ചത്? ഞാൻ ഓർത്ത് നിനക്ക് എന്നെ കാണാൻ വേണ്ടിട്ടായിരിക്കും ചന്ദ്ര. നമ്മുടെ ഹെലികോപ്റ്റർ കണ്ടാണേ ഇതോ കൊരുത്തിരിക്കണത്. എവിടെ? അപ്പുറത്ത്. അതൊന്ന് രക്ഷിക്കാൻ പറ്റുമോ? അതൊന്ന് എടുത്ത് ഇങ്ങോട്ട് എന്നാ നമുക്ക് ഒരുമിച്ച് പോവാ. വാ അണ്ണന് ചാടി ഹെലികോപ്റ്റർ നിക്കാൻ പറ്റുമോ? നോ വേ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അണ്ണാ അവസാന ചാട് അതുപോലെ ചാട്. താഴെ പോയേനെ ഞാൻ കാര്യം. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റണ ചന്ദ്ര? എനിക്ക് അറിയാൻ പാടില്ല. ജസ്റ്റ് എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നത്? ഒരു ഹെലി ഇരിക്കുന്നുണ്ടോ? ഇത് എങ്ങനെ ഇതിനകത്ത് വെച്ച്? അണ്ണ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് എങ്ങോട്ട് പോയി? അതുപോലെയൊക്കെ തന്നെ സംഭവിച്ചത്. ഇങ്ങോട്ട് വാ. എന്നെ മാത്രം കുറ്റം പറഞ്ഞോണോ അങ്ങ്? ആ മുകളിലോട്ട് വഴിയുണ്ടല്ലോ. എടാ 8024 ചന്ദ്ര കുറച്ച് നീങ്ങിയിരുന്നോ കേട്ടോ. കണ്ണാപ്പേനെ ഓടിക്കണേ. കുറച്ച് മാറിയിരുന്നോ. 8024 ഹെലികോപ്റ്ററിന്റെ പടമില്ല. അവിടെ തന്നെ വന്നാൽ അമ്മ വരുമ്പോഴത്തേക്ക് ആ വണ്ടി ഹെലികോപ്റ്റർ ഓടിക്കണ വെടിച്ചാൽ കൊന്നാലാ? നിന്റെ കൂടെ സ്വന്തം ടീമിനെ അടിച്ചിട്ട് ആനന്ദം കണ്ടെത്തുന്ന ആളല്ലേ ഞാൻ. ഇതില് എഫ് അടിച്ചോണ. ആത്മാവായന മഷിയായനെ ഇപ്പം. അണ്ണാ കൊടിയെല്ലാം എടുത്ത് പിടി. ഇവരെവിടെന്ന് പറ. പറഞ്ഞോട്ടെ ചാട്ടിക്കാം. ഇല്ല ചാട്ടിക്കാം. അണ്ണാ ഇതിപ്പോ അണ്ണാ വസന ഇതിപ്പോ തുറന്ന ഞാൻ
ഇല്ല അണ്ണ ഇവനോട് ഞാൻ കയറില്ലേ അണ്ണ വാ ഇല്ല അണ്ണ വണ്ണ വണ്ണ അതിന് നല്ലത് അളിയാ ഇത് കേറി കേറി ആ അണ്ണ അണ്ണ വാസന ഇതിൽ കയറി വാസന പോയാ ഓടിക്കേറി ഒന്നും കയറി എടാ പക്ഷേ എടാ നീ ഒരു കാര്യം ചെയ്യ് ഡ്രൈവർ സീറ്റ് മാറിക്കേ എന്റെ അളിയെ ഓടിക്കട്ടെ മാറാ അണ്ണ ഇതെന്താ കാണിക്കണേ എടാ കഴിവേറി നീ എന്താ കാണിക്കണേ എന്നാ ഇവിടുന്ന് നേരെ ചന്ദ്ര അളിയാ രക്ഷപ്പെട്ട് നമ്മള് ഉള്ള ജീവനെ കൊണ്ട് ഓടി അണ്ണാ ഞങ്ങൾ രക്ഷപ്പെട്ടു ഞാൻ എന്റെ കൊടിയും കൊണ്ട് എങ്ങനെയൊക്കെ ഇറങ്ങി ഓടി നീ സേഫാണ് പോടാ കാട്ട് കഴിവേറി അന്ന് രക്ഷിക്കടാ സീവേ ഇവന് അവരെന്തിനു കാണിച്ചിട്ടുണ്ട് എനിക്കറിഞ്ഞോളൂ ഇത് ഇനി ആവട്ടെ മാറി മാറി ഞാൻ ഞാൻ പോയിട്ടില്ല ഞാൻ പോയിട്ടില്ല നമ്മൾ ചത്ത് കേട്ടോ ചന്ദ്രനെ കൊടുത്തിട്ടുണ്ട് ചന്ദ്ര EMS ഇല്ല നമ്മളെ പൊക്ക വേറെ ആൾക്കാർ വരേണ്ടി വരും വാറുള്ള ഡിലേ ആവും ചാവല്ലേ എടാ ചത്ത് ചത്ത് ഇതാരാ ഓടിക്കുന്നേ ചന്ദ്രൻ ചന്ദ്രൻ ചന്ദ്ര EMS ഇല്ല വാറിന് പോണം ഞാൻ സീരിയസ് ആയിട്ട് പറയുവാ പേടിക്കാം നമ്മളത്ര വാറിയാണ് ഹൈറ്റ് കൂടിക്കും അതാണ് സേഫ് റീസ്റ്റാർട്ട് അപ്പൊ സീനില്ല നമ്മളെ വയമാരൊക്കെ മറ്റേ കേറാൻ വേണ്ടി പോലും നിൽക്കുക നന്നായി അപ്പുറത്ത് കണ്ണാ ഇടിച്ച് ഇടിച്ച് ഇടിച്ചിട്ട് അല്ലേ പൊട്ടിയാ പൊട്ടിയാ റോഡിൽ കൊടുത്താ വണ്ടി എനിക്ക് വേറെ ബട്ടൺ കയറി വന്നടാ ഇല്ലെങ്കിൽ എന്നാ നീയൊക്കെ മെല്ലാം വന്നാ മതി ഇവനൊന്നും ചാവല്ലേ ഒരു ഷിഫ്റ്റിൽ തെറിച്ചു പോയത് ചന്ദ്ര ചാടി ലീഫ് കയറി ചത്ത് ലീഫിൽ കയറി ചാവറാണ് ഞാൻ ആദ്യമായിട്ട് കാണുക നമ്മുടെ മെക്കല്ലേ പുറത്തിന് ഇടിച്ചു പോകുന്നത് അത് ഏത് വണ്ടിയത് പോലീസ് 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 ഇതാരാ ഷേക്കാണോ ഇത് ഇതാരാണത് നമ്മള് കൊറേ കാലത്ത് ഈ ഹെലികോപ്റ്റർ ഓടിക്കലാണ് നമുക്ക് എത്ര ഇടിച്ചാലും നമുക്ക് എസ്കേപ്പ് ആവാറിയ അണ്ണൻ എന്നുള്ള ട്രസ്റ്റ് ഇല്ലാത്തോണ്ടാണ് ചാടി ഇറക്കി ഞാൻ കൊണ്ട് എലി ചേർത്തിട്ട് ഞാൻ ചത്തവണ്ണ ഇതിപ്പോ അണ്ണ ഒന്നും ചെയ്യാതെ ചത്തവണ നമുക്ക് തരില്ല വണ്ടി പറഞ്ഞ നിങ്ങൾ ഇടിച്ചു വന്ന ആളാണ് നിങ്ങൾ നിങ്ങൾ നമ്മുടെ അണ്ണനെ കൊന്നേ ജസ്റ്റ് ഒന്ന് ബ്രോ നഷ്ടപരിഹാരം വേണം ആളെ കൊന്നിട്ട് നഷ്ടപരിഹാരം എന്തിനാ കൊടുക്കണം സാറേ എന്തിന് പരിപാടി കാണിക്കുന്നത് എന്തിനാ കൊടുക്കും സാറേ ചന്ദ്ര കുറച്ച് ദിവസം മുന്നേ ഒന്ന് വിളിച്ചാ ഒരു അല്ല മീൻസ് ഒരു കൺഗ്രാജുലേഷൻ പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു ഓർമ്മയുണ്ടാ
എന്തിന് ഇല്ല ഓർമ്മ ഒരു 5 കോടി ചോദിച്ചു. 5 കോടി ഒരു 5 കോടി ചോദിച്ചായിരുന്നു. കൈ പൊക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയില്ല കേട്ടോ. ഓർമ്മയില്ലല്ലേ? എന്റെ പേര് ബീരാങ്കോയ. വീരാങ്കയ. ഓക്കെ അവിടെ തള്ളക്കോളി. സാറിനെ ഇടിച്ചു വന്നോണ്ട് സാറിനെ വിളിച്ചാണ്. സാർ ടിക്കറ്റ് വിളിച്ചിട്ട് എന്താ വെച്ചാ അയക്കോ സാറേ. പക്ഷെ സാറിന്റെ അടുത്ത് അണ്ണൻ ഇത്രയും കലിപ്പുണ്ട്. എടാ മറിഞ്ഞോ വാസണ്ണ. അയ്യോ വാസണ്ണ അടുത്ത് തെറി വിളിക്കണം. മറിഞ്ഞോ കണ്ണാപ്പി കൂടുതൽ വേനായിട്ട് മറിഞ്ഞോ വാസണ്ണ. വാസണ്ണ എന്തൊക്കെ പറയുന്നു. മറിഞ്ഞോ സാറേ. അല്ല സാറിനെ തെറി പറഞ്ഞായിരുന്നു ഇപ്പൊ വാസണ്ണ. അത്രയും നമ്മുടെ സിറ്റുവേഷനിൽ പോകുന്നതാണ്. സാറിന് ഇടിച്ച് കൊന്നപ്പോഴത്തേക്കും നമുക്ക് അത്രയും പൊളിഞ്ഞ്. ഓക്കെ അത് മതി. അത് മതി. ചന്ദ്ര അല്ല സാറേ നമ്മളൊതുങ്ങിയെന്നാ. സാറിന്റെ കണ്ണില് കുരുവാണ്. നമ്മൾ ഒരു ഒതുങ്ങി ഇവിടെ സാറിന്റെ എന്തൊരു ക്യാമ ഉണ്ടായിരുന്നല്ലോ. സാറ് നമ്മളെ ഇവിടെ കയറി ഇടിച്ചത്. സാറ് നമ്മൾ ഇവിടെ ഇടിച്ചത്. നമ്മളിപ്പോ നിക്കുന്നിടത്താണ് നമ്മൾ ഇന്ന്. സാറേ ഇതിപ്പോ അണ്ണനെ ഇപ്പൊ നിങ്ങള് പ്രശ്നം അണ്ണനായിക്കോ. അണ്ണനാണ് സാറിനെ തെറി വിളിച്ചത്. അത് അണ്ണനായിട്ടായിക്കോ. എനിക്ക് തെറി വിളിക്കണമെന്നില്ല സാറിനെ. കാര്യം പറയേണ്ട കാര്യങ്ങൾ പറയണം നന്നായിട്ടില്ല. അണ്ണന്റെ വാസം ഇത് ഈഗിൾ ഗെയിം പുറത്ത് വലിക്കുകയാണെങ്കിൽ ഈഗിൾ അത് നിങ്ങളെ അയക്കും. മിലിറ്ററി ബേസിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വരുമായിരുന്നു. സോ ഡയറക്റ്റ് ഞാൻ ഈ വഴി കൂടെ തന്നെയാണ് പോയി. റോഡിൽ നിൽക്കുവായിരുന്നു. എനിക്ക് ബ്രേക്ക് കിട്ടത്തില്ല. എങ്ങനത്തെ ചവിട്ടാനേ എനിക്കുള്ളത്. ഇയാളൊന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇതെന്താ കാണിക്കണേ? സാറേ എടാ സാറിനൊന്ന് എടാ വാസനൊന്ന് എടാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. സാറൊന്ന് സാറൊന്ന് തുറക്കോ. ബോസി പറയല്ലേ ബ്രോ. പ്ലീസ് ബോസി പറയല്ലേ. കാരണം ഞാൻ വലിക്കേണ്ടി വരും. എടാ അത് നീങ്ങ മാറ്. ഇല്ല സാർ അത് അറിയേണ്ടി അറിയാം. കാരണം നമ്മളിപ്പോ ഉടായിപ്പാണെങ്കിൽ ഇപ്പൊ സാറിന്റെ വണ്ടി അമത്തി അണ്ണനെ കൊണ്ട് പോയാൽ സാറിനെ വെല്ലുവിളിക്കും സാറേ. എന്റെ പേര് ഡ്രീമർ ഗെയിമിംഗ് പറ്റുമെങ്കിൽ എഫ്ആർക്ക് വിളിക്കടാന്ന് സാറേ. വെല്ലുവിളി സാറിനോട്. സാറേ അത് നമുക്ക് എന്തായാലും സാറേ നമുക്കിതൊക്കെ നമുക്ക് സംസാരിച്ചെടുക്കാം സാർ. നമുക്കൊരു നഷ്ടപരിഹാരമായിട്ട് ഒരു 4 കോടി തന്നാൽ മതി സാറേ. നമുക്ക് 1 കോടി മതി. 1 കോടി ഇല്ല സാർ. ഇത് നമ്മൾ ക്ഷമിച്ചു സാർ. നമ്മള് സാറും വലിക്കേണ്ട നമ്മൾ വലിക്കുന്നില്ല. ഏത് നമ്മള് രണ്ടുപേരും ഒരു കോംപ്രമൈസ് പോവാം. ഒരു 1 ഇയർ. സാർ ഈ ആമ്പ പോലത്തെ വണ്ടി കൊണ്ട് നിങ്ങൾ എവിടെ പോയത്? ഈ ആമ്പ പോലത്തെ ഇത് ഫെൻസാ ബാക്കി ഇരിക്കുന്ന വണ്ടിയിൽ. സാറേ ഈ പെട്രോൾക്കാരൊക്കെ വർക്ക് ചെയ്ത് എടുത്ത് ഒഴിക്കാൻ പറ്റുമോ? ഉള്ളതാണോ അതൊക്കെ? സോളാർ ആണോ സാറേ ഇത് വണ്ടി? ബാക്കിൽ സോളാർ ആണോ? പെട്രോൾ വണ്ടി ആള് മരണത്തിനോട് മല്ലെടുക്കണേ. പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകും. വേഗം പോണേ സാറേ. വേഗം പോണേ. ഇതേപോലെ സാറേ നമ്മൾ അണ്ണനെ കൊണ്ടുപോകും. സാറേ നമ്മുടെ ശവം എണീറ്റുന്നു. അണ്ണല്ലേ കയ്യില് ചന്ദ്ര? സാറേ ഇത് സിറ്റി മൊത്തം കറങ്ങില്ല. റേഡിയിലില്ല. ഇതിനെക്കാട്ടി പെട്ടെന്ന് ചന്ദ്ര എന്ത് വാസണ്ണ. സാറേ ആള് പൊങ്ങി. സാറേ ആള് പൊങ്ങി. ഇല്ല നമ്മളിവിടെ ഇറങ്ങിക്കോളാം. അണ്ണ രക്ഷപ്പെട്ടാ? ഓർമ്മയുണ്ട്. അണ്ണന് വാസന്റെ ഓർമ്മ ഒരു വഴിയില്ല കേട്ടാ. കാരണം അണ്ണനെ ബോട്ടാണ് പൊക്കിയത്. അണ്ണന് ഓർമ്മ വഴിയില്ലേ?
ഞാൻ ഒന്നും ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ നിന്നെ വെറുതെ ചുമ്മാ തീർത്ത് വിളിച്ചല്ലേ. ആ എന്തേലും അങ്ങനെ കുഴപ്പമില്ല. ഓ അല്ല പറഞ്ഞാണ് അന്നേരം ഒന്ന് ഓർമ്മ ഉണ്ടോന്ന് ചോദിച്ചത്. കാരണം സിറ്റുവേഷൻ എനിക്കൊന്നും ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. ഓ ഓക്കെ വണ്ടി വിളി ഞാൻ വിളിക്കട്ടെ. എന്റെ ഒരു വണ്ടി ഉണ്ട്, ഞാൻ വിളിക്കാം.